Hi friends, welcome to our channel Keen on Fire. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കൊലിഷൻസ് ആണ്. അപ്പോൾ ഇതിൽ കൂടുതലും തിയറി പ്രോബ്ലംസ് അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് മാത്രമേ വന്ന് കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. ഇപ്പം ജെയിലും അതുപോലെ തന്നെ നീറ്റിലൊക്കെ കുറേ കൂടെ ഇൻഡെപ്ത് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിക്സ് ഒന്ന് നോക്കാം. എന്താണ് കൊലിഷൻ എന്ന് പറഞ്ഞാൽ? കൊലിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 3 അല്ലെങ്കിൽ മെയിൻലി 2 ബോഡി കൂട്ടിമുട്ടുന്നതാണ്. അപ്പോൾ അത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നമുക്ക് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊലിഷൻ, ഒരു ദിവസം കൂടെ ഉണ്ടല്ലേ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊലിഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഒരെണ്ണം. അതുപോലെ തന്നെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കും ഉണ്ട്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊലിഷൻ. അപ്പോൾ 2 ബോഡി, ദിസ് വൺ ഈസ് M1, ഇതിങ്ങനെ പോകുന്നു. എനിക്ക് വരയ്ക്കാം. M1 എന്ന് പറഞ്ഞ ബോഡി ഇങ്ങനെ പോകുന്നു. അതേപോലെ തന്നെ ഇതൊരു വെലോസിറ്റിയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു, V1 വെലോസിറ്റിയിൽ. അടുത്തത് M2 എന്ന് പറഞ്ഞ വേറൊരു ബോഡി, M2 എന്ന് പറഞ്ഞ ബോഡി അനദർ വെലോസിറ്റിയിൽ V2ൽ ട്രാവൽ ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ കൊളൈഡ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ എന്ത് സംഭവിക്കുന്നു? പിന്നെ എഗെയിൻ M1 M2 ഇത് ഇതുപോലെ തന്നെ ഒരു വെലോസിറ്റിയിൽ, ദിസ് വൺ ഈസ് U1 U2 V1 V2. ഇനിഷ്യലി അത് U1 സ്പീഡിൽ പോകുന്നു, ഒരു മാസ് M1. പിന്നെ അതേമാതിരി തന്നെ വേറൊരു മാസ് M2 U2 സ്പീഡിൽ പോകുന്നു. ആഫ്റ്റർ കൊളിഷൻ അത് രണ്ടും കൂടെ കൂട്ടിയിടിച്ചതിന് ശേഷം അവർ പിന്നെയും മൂവ് ചെയ്യുന്നു. സോ ഇനി ഇതിനകത്ത് തന്നെ ഇതാണ് നമ്മുടെ കേസിൽ ഇതാണ് ഒരു ബോഡിയുടെ മൂവ്മെൻറ്റ്. ഇനി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ 2 വിധമുണ്ട്. ഹെഡ് ഓൺ കൊളിഷൻ അതല്ലെങ്കിൽ ഒബ്ലിക്ക്. ഇതൊക്കെ ചിലപ്പോൾ തിയറി വരാൻ ചാൻസ് ഉണ്ട്. ഒബ്ലിക്ക് കൊളിഷൻ, ഹെഡ് ഓൺ കൊളിഷൻ എന്ന് വെച്ചാൽ എന്താ? ഹെഡ് ഓൺ കൊളിഷനിൽ നമ്മുടെ ഈ ബോഡി, ഹെഡ് ഓൺ കൊളിഷനിൽ നമ്മുടെ M1 ബോഡി ഉണ്ടല്ലോ, ഇത് M2, ഇതൊരു U1ൽ പോകുന്നു, ഇത് U2ൽ പോകുന്നു. ഇനി ലൈൻ ഓഫ് ഇമ്പാക്റ്റ് എന്ന് പറയും. അതായത് ലൈൻ ഓഫ് ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ഇത് 2 വെലോസിറ്റി, ഇത് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഉണ്ടല്ലോ, ഈ 2 വെലോസിറ്റിയുടെ ഡയറക്ഷൻ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പം കിട്ടുന്ന ഒരു ലൈനാണ് ലൈൻ ഓഫ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ആ യെല്ലോ ഐ എന്ന് പറയുന്നത് ഹെഡ് ഓൺ കൊളിഷൻ ആണെങ്കിൽ, ഹെഡ് ഓൺ കൊളിഷനാണ് നമ്മളുടെ കേസെങ്കിൽ, ഹെഡ് ഓൺ കൊളിഷൻ്റെ കേസിൽ ഈ ലൈൻ ഓഫ് ഇമ്പാക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതായത് ഇതിൻ്റെ വെലോസിറ്റി ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് അതേ ഡയറക്ഷനിൽ ഈ 2 വെലോസിറ്റിയും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ, അത് ഒരേ ലൈനിൽ കിട്ടുവാണെങ്കിൽ, അതിങ്ങനെ LOI സെയിം ആണെങ്കിൽ, നമുക്ക് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹെഡ് ഓൺ കൊളിഷൻ എന്ന് പറയാം. എന്ന് നമുക്ക് അതേപോലെ തന്നെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിൽ വേറൊരെണ്ണമാണ് ഒബ്ലിക്ക് കൊളിഷൻ ആണെങ്കിൽ എന്തായിരിക്കും? ഈ സാധനം സ്ട്രെയിറ്റ് അല്ലായിരിക്കും. കാരണം ഒരെണ്ണം ഇതിൻ്റെ M1ൻ്റെ വെലോസിറ്റി ഇങ്ങനെ പോകുന്നു U1, ഇനി കുറച്ച് കഴിഞ്ഞ് M2ൻ്റെ വെലോസിറ്റി U2, ഇതിങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മൾ സെൻട്രൽ ലൈൻ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അത് സ്ട്രെയിറ്റ് അല്ലല്ലോ, ഇത് രണ്ടും കൂടെ ഒരേ ലൈനിലല്ലല്ലോ പോകുന്നത്, ഇറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പം ഇത് സ്ട്രെയിറ്റ് ലൈൻ, ഇതിൻ്റെ രണ്ടിൻ്റെയും വെലോസിറ്റി ഒരേ ലൈനിൽ ഇങ്ങനെ തന്നെ ഒരേ ലൈനിൽ വരുവാണെങ്കിൽ, ഒരേ ഡയറക്ഷനിൽ ഒരേപോലെ വരുവാണെങ്കിൽ മാത്രമാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്? ഹെഡ് ഓൺ കൊളിഷൻ. ബട്ട് അത് ചെരിഞ്ഞിട്ടാണെങ്കിൽ, രണ്ടും കൂടെ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ വെലോസിറ്റി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ലൈനിൽ 2 ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഡിഫറെൻറ്റ് പോയിന്റിലാണ് വരുന്നതെങ്കിൽ നമുക്കതിനെ ഒബ്ലിക്ക് എന്ന് പറയാം. ഇനി ഇതുപോലെ, അപ്പോൾ ഈ ഒബ്ലിക്ക് ആയാലും ഹെഡ് ഓൺ കൊളിഷൻ ആണെങ്കിലും, ഇഫ് ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു കൊളിഷനാണ്, ആ കൊളിഷൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ കേസിൽ നമ്മുടെ മൊമെൻറ്റം ദാറ്റ് ഈസ് ലീനിയർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്.
എന്ന് വെച്ചാൽ എന്താ ലീനിയർ മൊമെൻറ്റം എന്താ മാസ് ഇൻറ്റു വെലോസിറ്റി, അത് കൺസർവേഷൻ ആയിരിക്കും. അതായത് മാസ് ലീനിയർ മൊമെൻറ്റം പി ഇനിഷ്യൽ ഈസ് ഈക്വൽ ടു പി ഫൈനൽ. പി ഇനിഷ്യൽ എന്തായിരിക്കും m1u1 പ്ലസ് m2u2, അതാണ് ദാറ്റ് ഈസ് പി ഇനിഷ്യൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു m1v1 പ്ലസ് m2v2 അല്ലേ. ഇനിഷ്യൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ p1u1, ഇത് രണ്ടും കൂടെ ഇതിൻ്റെ രണ്ടിൻ്റെ മൊമെൻറ്റം കൂട്ടിക്കഴിയുമ്പോഴാണ് ഇതാണ് ഇനിഷ്യൽ കേസ്. ബിഫോർ കൊളിഷൻ p1u1 പ്ലസ് m1u1 പ്ലസ് m2u2, അതാണ് ഇനിഷ്യൽ p1 ഇനിഷ്യൽ മൊമെൻറ്റം. അത് കൊളിഷന് ശേഷം അതിൻ്റെ വെലോസിറ്റി v1 ആയി മാറി. ഇതിൻ്റെ മാസ് ചേഞ്ച് ആവുന്നില്ലല്ലോ, ഇതിൻ്റെ വെലോസിറ്റി v2 ആയി മാറി. അപ്പോൾ അതെന്തായി m1v1 പ്ലസ് m2u2. സോ m1u1 പ്ലസ് m2u2 ദാറ്റ് ഈസ് p ഇനിഷ്യൽ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു p ഫൈനൽ. ഓക്കെ, ഫൈനൽ എന്ന് പറഞ്ഞാൽ m1v1 പ്ലസ് m2v2. ഇനി ഇതേമാതിരി തന്നെ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്, അതേപോലെ തന്നെ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. എന്ന് വെച്ചാൽ എന്താ കൈനറ്റിക് എനർജി ഇനിഷ്യൽ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഫൈനൽ. കൈനറ്റിക് എനർജി ഇനിഷ്യൽ എന്തായിരിക്കും ഹാഫ് m1u പ്ലസ് ഹാഫ് m2u2 സ്ക്വയർ. അതല്ലേ അതിൻ്റെ കൈനറ്റിക് എനർജി. ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഇതിൻ്റെ കൈനറ്റിക് എനർജി പ്ലസ് ഇതിൻ്റെ കൈനറ്റിക് എനർജി. ഇതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ഹാഫ് m1u1 സ്ക്വയർ പ്ലസ് ഇതിൻ്റെ ഹാഫ് m2u2 സ്ക്വയർ. ദാറ്റ് വുഡ് ബി ഈക്വൽ ടു ഹാഫ് m1v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2v2 സ്ക്വയർ. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. അതായത് കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കും, മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. എന്തിൻ്റെ കേസിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കേസ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കേസിൽ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് അത് രണ്ടും കൊളൈഡ് ചെയ്യുന്നു, അങ്ങോട്ട് പോകുന്നു. രണ്ടെണ്ണമാണ് അതിനകത്തുള്ളത്. ഹെഡ് ഓൺ കൊളിഷൻ ഉണ്ട്, ഒബ്ലിക് കൊളിഷൻ ഉണ്ട്. ഇത് മാത്രം. അതായത് എങ്ങാനും ഇതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം വന്നെങ്കിൽ ഇത് ചെയ്യാം. പിന്നെ ഇതിനകത്ത് തന്നെ u1 കണ്ടുപിടിക്കാനുള്ള ഫോർമുല അല്ലെങ്കിൽ m1 കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതിൻ്റെ ഫോർമുലാസ് ഒക്കെ വലുതായിട്ടുണ്ട്. ബട്ട് അതൊന്നും ഞാനിങ്ങനെ നമ്മുടെ കേസിൽ വന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് നോക്കാം. ഇനി അതേമാതിരി തന്നെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ നോക്കാം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് നമ്മൾ പറഞ്ഞു മൊമെൻറ്റം ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്. ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിലത്തെ കേസ്, ഇലാസ്റ്റിക് അല്ല ഇൻഇലാസ്റ്റിക് ആണ്. ഇൻഇലാസ്റ്റിക് കേസ്, ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ എന്തുണ്ടാവും? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടിയതിന് ശേഷം ഇതിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ അങ്ങ് ഒട്ടിച്ചേർന്ന് പോകും. പിന്നെ അതിന് ശേഷമുള്ള ഇതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അതാണ് ഇതിനകത്തൊരു പ്രത്യേകത. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ ഇത് രണ്ടും കൂടെ പിന്നെ m1 ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരുമിച്ചൊരു വെലോസിറ്റി ആയിട്ട് പോകും. സോ അതിൻ്റെ മാസ് എന്തായിരിക്കും m1 പ്ലസ് m2. അപ്പോൾ ഇതിൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു ബുള്ളറ്റ് ഒരു വലിയൊരു മൂവ് ചെയ്യുന്ന ഒരു തടിയിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഒരു ബുള്ളറ്റ് ഒരു ചെറിയൊരു തടി, അതല്ലെങ്കിൽ വേണ്ട ഒരാളുടെ മേത്തോട്ട് ഒരു ബുള്ളറ്റ് കയറി വീണമെന്ന് വിചാരിക്കും. ഒരു മനുഷ്യൻ്റെ അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും പറയുക. ഒരു മനുഷ്യൻ ഇങ്ങനെ അയാൾ ഒരു വെലോസിറ്റിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു, ദാറ്റ് ഈസ് u2. മാൻ്റെ വെലോസിറ്റി, അങ്ങേർക്കൊരു മാസ് ഉണ്ട് m2. ഒരു ബുള്ളറ്റിന് ഒരു മാസ് ഉണ്ട്, മാസ് ഓഫ് ബുള്ളറ്റ്. അതൊരു u1 വെലോസിറ്റിയിൽ. മാസ് ഓഫ് ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m1. ഇത് ബുള്ളറ്റ്, ഇതൊരു ബുള്ളറ്റ്. ഒരു മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, പോലീസ് ഇങ്ങനെ ഓടിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ബുള്ളറ്റ് എന്ത് ചെയ്തു? ആ ബുള്ളറ്റ് അങ്ങേരെ പോലീസ് ഫയർ ചെയ്തു. ബുള്ളറ്റ് ഈ മനുഷ്യൻ്റെ കാലിലോ കയ്യിലോ എവിടെയെങ്കിലും തറച്ചു കഴിഞ്ഞാൽ അങ്ങേര് നിൽക്കുമോ? അങ്ങേര് അതും കൊണ്ട് ഓടും. അപ്പോൾ ഇത് കൊണ്ട് ഓടുമ്പോൾ എന്താ സംഭവിച്ചത്? ഈ മനുഷ്യൻ്റെ മേത്ത് തന്നെ അങ്ങേറെ മേത്ത് ബുള്ളറ്റും കൊണ്ടാണ് ആ കൊളിഷന് ശേഷം ഓടുന്നത് അല്ലേ. അപ്പം ആ മനുഷ്യന് പ്ലസ് അങ്ങേറെ ബുള്ളറ്റും, അപ്പം മാസ് ഓഫ് m1 പ്ലസ് m2 അത് രണ്ടും ജോയിൻ ചെയ്തിട്ട് ഒറ്റ വെലോസിറ്റി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അതായത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷന് ശേഷം രണ്ട് ബോഡിയും ഒരുമിച്ച് ചേർന്നിട്ട് പിന്നെ രണ്ടും കൂടിയാണ് മൂവ് ചെയ്യുന്നത്. അതേമാതിരിയുള്ള കേസാണ് നമ്മുടെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കേസ്. അപ്പോൾ ഈ ഇൻഇലാസ്റ്റിക് കേസിൽ നമ്മൾ പറഞ്ഞു, അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരികയാണ് ആഫ്റ്റർ കൊളിഷൻ ഇഫ് ബോത്ത് ദ ബോഡീസ് ആർ അറ്റാച്ച്ഡ്, അത് വരുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കേസിലാണ് വരുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക, അതാണ് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ കേസിൽ നമുക്ക് ഇവിടെയും ഇതുപോലെ തന്നെ മൊമെൻറ്റം ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. ലീനിയർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. ലീനിയർ മൊമെൻറ്റം എന്താ നേരത്തെ പറഞ്ഞ പോലെ പി ഇനിഷ്യൽ ഈസ് ഈക്വൽ ടു പി ഫൈനൽ. ഈ പി ഇനിഷ്യൽ എന്ന് വെച്ചാൽ m1u1 പ്ലസ് m2u2 ഈസ് ഈക്വൽ ടു, പക്ഷേ ഇവിടുത്തെ കേസിൽ നമുക്ക് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് എഴുതാം, m1 പ്ലസ് m2 ഇൻറ്റു v. ഓക്കെ.
ഇത് രണ്ടും കൺസേർവ്ഡ് ആണ്. ബട്ട് ഇതിൻ്റെ കേസിൽ ഒരു വ്യത്യാസമുള്ളത് കൈനറ്റിക് എനർജി കൺസർവേഷൻ നടക്കുന്നില്ല. അതായത് കൈനറ്റിക് എനർജി ഇനിഷ്യലി ഈസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി ഫൈനൽ. അതായത് ഇതിൻ്റെ കേസിൽ എന്തോ ലോസ് സംഭവിക്കുന്നുണ്ട്, എനർജിയിൽ ഇച്ചിരി ലോസ് സംഭവിക്കുന്നുണ്ട്. സോ പെർഫെക്റ്റ്ലി ഇന്നെലാസ്റ്റിക്കൽ എനർജി ലോസ് സംഭവിക്കുന്നുണ്ട്, അതായത് ½ mv². അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പിള്ളേരെ ഇങ്ങനെ ബോൾ ഇങ്ങനെ താഴേക്ക് തട്ടില്ലേ, നമ്മൾ ബോൾ താഴേക്ക് തട്ടുന്നു, എന്നിട്ട് പിന്നെ അത് റീബൗണ്ട് ചെയ്ത് മുകളിലേക്ക് വരുമ്പോൾ ഇത്രയും ഹൈറ്റിൽ വരത്തില്ലല്ലോ, ഇച്ചിരി എനർജി പോയിട്ട് പിന്നെ ഇവിടെ വരും അല്ലേ. പിന്നെയും നമ്മൾ താഴേക്ക് ഇട്ടിട്ട് പിന്നെയും കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെയും എനർജി താഴേക്ക് പോയി, അല്ലെങ്കിൽ നമ്മൾ അതുമാതിരി പിന്നെയും കൊടുക്കുകയാണെങ്കിൽ പിന്നെയും എനർജി അഡീഷണൽ ആഡ് ചെയ്യുന്നില്ല. ഒരു പ്രാവശ്യം ബോൾ നമ്മൾ താഴേക്ക് തട്ടി പിന്നെ അത് സ്വന്തമായിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ അതിങ്ങനെ കുറഞ്ഞ് വന്ന് അതിലേക്ക് നമ്മൾ തട്ടുവാണെങ്കിൽ അഡീഷണൽ എനർജി കൊടുക്കുകയാണെങ്കിൽ പോകും. ബട്ട് അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞ് സീറോയിൽ വന്ന്. അപ്പോൾ ഇത് പെർഫെക്റ്റ്ലി ഇന്നെലാസ്റ്റിക്കിന് ഒരു എക്സാമ്പിളാണ് ഈ കൊളിഷൻ. അതായത് ഇത് ഒരു കൊളിഷനാണല്ലോ, ഇത് ഗ്രൗണ്ടിലേക്ക് ടച്ച് ചെയ്യുന്നത്. ഇതാണ് ഒരു ബോഡി, ദിസ് ഈസ് എ ബോഡി ഓഫ് അവർ M2. അതിന് ആക്ച്വലി V2 എന്ന് പറയുന്നത് അല്ല, U2 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, കാരണം ഇത് സ്റ്റേഷനറി ആണല്ലോ. ബട്ട് ഇത് നമ്മുടെ ഒബ്ജക്റ്റ് M1 ഉണ്ട്, U1 ഉണ്ട്. അപ്പോൾ M1 U1 ഇങ്ങോട്ട് പോയി M2 V2 ഉണ്ട്. അപ്പോൾ ഈ ഡയറക്ഷൻ ഈ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എനർജി ലോസ് ആവും. അപ്പോൾ എനർജി ലോസ്, അപ്പോൾ കൈനറ്റിക് എനർജി ഇനിഷ്യൽ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഫൈനൽ പ്ലസ് കുറച്ച് എനർജി ലോസ്. ഈ ഒരു പോയിന്റ് മാത്രം ഈ പെർഫെക്റ്റ്ലി ഇനെലാസ്റ്റിക്കിൽ നോക്കിയാൽ മതി. ഈ കൺസെപ്റ്റ് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും തിയറി ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നമുക്ക് സുഖമായി ചെയ്യാം. അതായത് ഒന്ന് ഇതിൻ്റെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും ഇനെലാസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്ന് കൈനറ്റിക് എനർജി അതിൻ്റെ കൺസർവേഷൻ നടക്കുന്നില്ല, അതായത് എനർജി ലോസ് ഉണ്ടാകുന്നുണ്ട്, കുറച്ച് എനർജി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. രണ്ടാമത്തെ കേസ് നമ്മൾ ബുള്ളറ്റും മാനും കൂടെ പറഞ്ഞ കേസ്, പോലീസും കള്ളനും കൂടെയുള്ള പറഞ്ഞ കേസ്, ആ ബുള്ളറ്റും മാനും കൂടെ ഒരുമിച്ച് കൊളിഷന് ശേഷം രണ്ടും വേറെ പോയില്ല, രണ്ടും ഒരുമിച്ച് പോകുന്നു. നോർമൽ കൊളിഷനിൽ ഇത് രണ്ടും കൂടെ കൊളൈഡ് ചെയ്യുന്നു, ഒരെണ്ണം ഇങ്ങോട്ട് പോകുന്നു, ഒരു മാസം ഇങ്ങനെ പോകുന്നു, 2 മാസം ഇങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ സംഭവിക്കാം. അപ്പോൾ പെർഫെക്റ്റ്ലി ഇന്നെലാസ്റ്റിക് കേസിൽ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, എങ്ങോട്ട് പോയാലും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നേ പോകത്തുള്ളൂ. ആഫ്റ്റർ കൊളിഷൻ ദേ വിൽ അറ്റാച്ച് ടുഗദർ. ആ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് കൊളിഷനിൽ പഠിക്കാനുള്ളത്. ഇതിൽ വന്ന തിയറി ക്വസ്റ്റ്യൻസ് 1-2 ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇതൊരു കീം 2025 ഒരു തിയറി പ്രോബ്ലമാണ്, തിയറി ക്വസ്റ്റ്യൻ ആണ്. 2 കൊളൈഡിങ് പാർട്ടിക്കിൾസ് ഇപ്പോൾ കൊളിഷനിലെയാണ്. ആഫ്റ്റർ കൊളിഷൻ മൂവ് ടുഗദർ ദെൻ ദ കൊളിഷൻ ഈസ്. അപ്പോൾ 2 പാർട്ടിക്കിൾ ദാറ്റ് മൂവ്സ് V2 U2 U1 M1 M2. അതിനുശേഷം എന്താ സംഭവിച്ചേ, അത് രണ്ടും കൂടെ മൂവ് ടുഗദറായി അല്ലേ. ആ കൊളിഷന് ശേഷം അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പിന്നെ അവരുടെ യാത്ര. അങ്ങനെയാണെങ്കിൽ ഇഫ് ദെയർ വെലോസിറ്റി അവർ രണ്ടും കൂടെ ഒത്തുചേർന്ന് ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് കൊളിഷനാണ് അതെന്ന്. പാർഷ്യൽ ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പാർഷ്യൽ ഇൻഇലാസ്റ്റിക്, കൊളിഷൻ വിത്തൗട്ട് എനി ട്രാൻസ്ഫർ ഓഫ് എനർജി. അപ്പോൾ നമ്മളിത് പഠിച്ചതാണ്. ഇപ്പോൾ തന്നെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. 2025 വന്ന പ്രോബ്ലമാണ്, ഇത്രയേ ഉള്ളൂ. 2025 വന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് 2 ബോഡി ആഫ്റ്റർ കൊളിഷന് ശേഷം ഒരുമിച്ചാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഈ പാർഷ്യൽ എന്നൊക്കെ കേട്ട് പേടിക്കരുത്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷനാണ് നമുക്കുള്ളത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 എണ്ണം ചിലപ്പം 2 ഡയറക്ഷൻ, രണ്ടും ചിലപ്പം ഒരേപോലെ തന്നെ ഇങ്ങനെ പോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പോകാം. ഒരു ബോഡി ഇങ്ങനെ പോകുന്നു, ഒരു ബോഡി ഇങ്ങനെ പോകുന്നു, എങ്ങനെയെങ്കിലും പോകാം. ബട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേരത്തില്ല. ഒരുമിച്ച് കൂട്ടിച്ചേർന്ന് പോകുന്ന എപ്പോഴും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കേസിലാണ്. അത് ഓർത്താൽ മതി. ഈ ഒരു പ്രോബ്ലം ഞാൻ ഇതിനകത്ത് അധികം കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ കുറച്ച് നീറ്റിലും ജയിലൊക്കെ വന്ന പ്രോബ്ലംസാണ്. അത്രയും ഹൈ ലെവൽ വരത്തില്ലായിരിക്കും. വേറെ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.